ചേട്ടാ ശ്രീജുൻ റീൽസ് റിയാക്ട് ചെയ്യുമോ പ്ലീസ്? എന്റെ പൊന്നു ജുമാന ഫിറോസേ, ബിഗ് ബോസ് തീർന്നിട്ട് 1 മാസമായി. അവരിപ്പൊ കാണാറ് പോലും ഉണ്ടാവില്ല. സാധാരണ അങ്ങനെയാണല്ലോ, കണ്ണകന്ന കൈയകന്നു, കൈയകന്ന മനസ്സകന്നു. എന്നാലേ ഇതകന്നിട്ടില്ല. അകന്നില്ലേ? ഈ ഇൻസ്റ്റയില് ശ്രീധുവിന്റെ പുതിയ റീൽസ് നോക്ക്. ശ്രീധുവിന്റെ പുതിയ റീൽസ് വന്നിട്ടുണ്ട ഇൻസ്റ്റാഗ്രാമില. ശ്രീധുവിന്റെ പുതിയ റീൽസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കണതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ശ്രീധു കൃഷ്ണ, എത്ര നാളെ എന്റെ ശ്രീധുവിനെ കണ്ടിട്ട്. ദേവതേ, ഇതാരീ 3ാമത്തെ ഫോട്ടോയില് ശ്രീധുവിന്റെ അപ്പുറത്തൊരു ചെറുക്കം നിക്കണേ. മുടി മാറ്റി കൊടുക്കണ കടപ്പുറത്ത് കൊണ്ട് കസേരയിട്ട് കൊടുത്ത്. ഞാൻ പറഞ്ഞു കൊടുക്കും. കപ്പിൾ റിങ്സാ എടുത്ത് നോക്കി. ഞാൻ കളിക്കാനില്ല. ശരിക്കും റിലേഷനായോ? 1.2 മില്യൺ ലൈക്ക്, 352 ഷെയർ, 47,000 കമന്റ്. കമന്റ്സ് എടുത്ത് നോക്കട്ടെ. ആർ ദ റിയൽ കപ്പിൾ? നിനക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം? നീയും ഗബ്രി ഒളിഞ്ഞു നോക്കണോടാ കള്ളപ്പന്നി. സോ ബ്യൂട്ടിഫുൾ. മൈ ജെംസ് അല്ല, കിറ്റ്കാറ്റ്. Song officially belongs to them. Song. സോണി മ്യൂസിക് സൗത്തിന്റെ പ്രൊമോഷനാ. നമ്മൾ മേടിച്ചതുപോലെ ഒന്നും ഇല്ല. എന്നാലും 2 കമന്റ്സും കൂടി വായിച്ചേക്കാം. ഒന്നിക്കടൂ, വേണ്ട. എക്സ്പെക്ടഡ് അൺഎക്സ്പെക്ടഡ്. ലവ് ഇൻ ദ എയർ. ഫേവറേറ്റ് കപ്പിൾ ശ്രീജുൻ. അല്ല. Oh my god, so perfect. Yeah. I don't know why, but this song is for you too. പിന്നെ ഓർക്കല്ലേ? Her eyes says everything about. എന്ത് about? Why I am watching again and again this reel? How many times I watched this reel? I don't know. വേറെ പണിയൊന്നും ഇല്ലേ? ഈ റീൽ തന്നെ കണ്ടോണ്ടിരുന്നാ പഠിക്കാൻ വിട്ടപ്പോ റീലും കണ്ടോണ്ടിരിക്കുക. അവർ ഒന്നിക്കുകയാണ് ഗൈസ്. എന്റെ പ്രേമം പോയി. ലെറ്റ്സ് ബ്രേക്കപ്പ് ചെയ്തു. എല്ലാവരും ഇത്രയും നല്ല കമന്റ് ഇട്ട സ്ഥിതിക്ക് ഞാനും ഇടും. എന്താ ദിസ് കോംബോ ഈസ് നോട്ട് ഗുഡ്, ദേ ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്നിടാം. ദേ ആർ ലെറ്റ്സ് ബ്രേക്കപ്പ് എന്നിടാം. അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ. ലെറ്റ്സ് ബ്രേക്കപ്പ് ഹാർട്ട് അറ്റ് ശ്രീധു കൃഷ്ണൻ. യാ പോസ്റ്റഡ്. യെസ് ലെറ്റ്സ് ബ്രേക്കപ്പ്. എന്തായാലും വന്നതല്ലേ, നമുക്ക് ബാക്കി പോസ്റ്റും കൂടി ഒന്ന് കണ്ടു വെക്കാം. ഐ സേൺ മീ. ലൈക്ക് ചെയ്തില്ലല്ലോ ഞാൻ. ബ്രേക്കപ്പ് ആയതല്ലേ, ലൈക്ക് ചെയ്യണം? വേണ്ട. ഹൗസ് യുവർ വീക്കെൻഡ് ഗോയിങ് ഓൺ മക്കളെ? നല്ല ഇർക്ക് ശ്രീധു, നല്ല ഇർക്ക്. പക്ഷെ ഇതൊക്കെ ഞാൻ ഇത്ര ദിവസമായിട്ട് കാണാഞ്ഞേ. മൈ ഓറ ഗെറ്റ് പ്രെറ്റിയർ എവറി ടൈം ഐ ഹീൽ. ശരിയാ, സ്വീറ്റ്. അതെ, ഞാനും സ്വീറ്റാ. ഹലോ മക്കളെ, ഹായ്. യോ പച്ചസാരി എടുത്തിട്ട് ബ്രേക്കപ്പ് ആയില്ല. നമ്മൾ വേണ്ട. പിന്നെ മില്യൺ താങ്ക്സ് ടു ഓൾ ഫോർ ലവ് ആൻഡ് സപ്പോർട്ട്. ഇവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഗോൾഡൻ പ്ലേ ബട്ടനാ. ബിഹൈൻഡ് വുഡ്സ് ഗോൾഡൻ ഐക്കൺസ് എന്തോ അവാർഡ് കിട്ടിയതാണ്. ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ കിടക്കണ്ടാവും, ഒന്ന് പോയി നോക്കാം. ആക്ട്രസ് സനം ഷെട്ടി ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. സനം ഷെട്ടിയാ? അതാരാ? സനം ഷെട്ടി കൊള്ളാം. സനം ഷെട്ടി 38 വയസ്സാ. വേണ്ട. ആന്റി വൈഭവ്. The most trending duo of Malayalam television. ട്രെൻഡിങ് ഡിവോവാ? ആരേതൊക്കെ ട്രെൻഡ് ആക്കിയ? എനിക്ക് അറിയണവര്. അർജുനെയും ശ്രീധുവിനെയും അയ്യ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. വെൽക്കം ചെയ്യുന്നു. എടാ നീയൊക്കെ എന്തിനാടാ കൈയടിക്കുന്നേ? അർജുനെ ആ കൈയൊക്കെ ഒന്ന് പിടിച്ച് കേറി വാ. എന്റെ പൊന്നു റിനീഷ്, നിനക്ക് എന്തിന്റെ അസുഖമാണ്? അവർ എങ്ങനെയെങ്കിലും വന്നോട്ടെ. കൈ പിടിക്ക്, കാല് പിടിക്ക്. അർജുനെ ഒന്ന് കറക്കാൻ പറ്റുമോ? തുടങ്ങണേ. വേണ്ട, അധികം കറക്കണ്ട നീ. ഇതാരീ പാട്ടിട്ട് കൊടുത്തേ?
ശ്രീധുവിനൊക്കെ വേണമെങ്കിൽ എടുത്ത് പൊക്കിട്ടൊക്കെ ഡാൻസ് ചെയ്യാം. എന്താണ് അനീഷ് നിനക്ക് പയ്യേ? എന്തിനാ? ഞാനും 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 വാങ്ങിയ എവിടെന്നാ വാങ്ങിച്ചേ? ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഫുഡും ഭക്ഷണം ഒന്നും ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ശ്രീധുവിന് ഇങ്ങനെ നോക്കിണ്ടിരുന്ന വയറ് അറിയൂ. ഇതെന്താണ്? എടാ നീയൊക്കെ എന്തിനാടാ ചിരിക്കുന്നേ? Thank you so much. എന്തിനു വലിയ താങ്ക് യു. അപ്പൊ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ അങ്ങോട്ട് പോട്ടെ. നീ അവിടെ നിന്നിട്ട് വരെ മനുഷ്യന് മനസ്സമാധാനമില്ല. നീ ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളൂ. പാട്ടും ഗിത്താറും എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാ. നീ വല്ലാണ്ട് കണക്ട് ചെയ്യല എന്റെ പൊന്നത് നീഷ. ശ്രീധുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ എന്ന് പറഞ്ഞാൽ സൂര്യ സാറാണ്. ഇനി എന്താണ് ഇവിടെ ഒപ്പിക്കാൻ പോണെ? എടുത്തോ ഗിത്താറ്, നടക്കട്ടെ കാര്യങ്ങള്. എന്തിനാ? എന്ത് കാര്യമുണ്ട് ഇതിന്റെയൊക്കെ? ഗിറ്റാറൊക്കെ കുറെ വായിച്ചോ, ടച്ചിങ്സ് ഇല്ലാണ്ടിരുന്നാ മതി. ഗിറ്റാർ നീ വായിച്ചോ? എന്താ സന്തോഷം, ചിരിക്കണോക്ക്. പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വേറൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല. നിനക്ക് എന്താണ് എന്താണ് ശ്രീതു അവനോടൊന്നും പറയണ്ട, സൂര്യയുടെ ഡയലോഗ് പറഞ്ഞിട്ട് പോയാ മതി. ശ്രീതു ബ്രേക്കപ്പ് പറയണ്ടായിരുന്നു. ഇത് ഞാൻ സമ്മതിക്കില്ല. നന്ദി നന്ദി വണക്കം. നന്ദി വണക്കം. പ്രപ്പോസലിന് എന്താണ് റിപ്ലൈ ചെയ്യാൻ പോണത്? അതിനെ നന്ദി, താങ്ക് യു വെരി മച്ച്. അതാണ് എനിക്ക് വേണ്ടത്. ഇത് നമ്മുടെ വിജയം. നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലേ രണ്ടുപേരും? പക്ഷെ സാരമില്ല, ഉള്ളിന്റെ ഉള്ളിൽ എങ്ങാനും എന്തേലും ഉണ്ടെങ്കിലോ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഉപകരണം ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. കാണാൻ ഉപകരണോ? അതൊക്കെ ആയിപ്പോണ്. ആ ലവ് മീറ്റർ എന്തിനാന്നറിയോ? ഓ ലവ് മീറ്റർ അന്യല്ലോ ഉണ്ടെന്ന സാധനം. അത് പണ്ടുകൂടെ ആയിപ്പോണ്. ഇപ്പൊ അവർ ആലോചിക്കുന്ന ശ്രീധുണ മാത്രം ഒന്നും എങ്ങനെ അറിയാം? അതാ അത് പൊങ്ങില്ല, കൈ വന്നിട്ട് ഇല്ലേ പൊങ്ങില്ല. ഇപ്പൊ പാത്രമോ പൊങ്ങുന്ന ഇല്ലയാണ്. ശ്രീതു ഇത്രയും ചെറിയ സമയം കൊണ്ട് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. കണ്ണൊക്കെ കാണായിരുന്നു. ഈശ്വര പൊങ്ങല്ലേ. അർജുനക്ക് വന്ന് കൊഞ്ചം പ്രേമം ഇருக்கு. കൊഞ്ചിരുക്ക് കണ്ടാ, അവന് സ്നേഹമില്ല. എന്റെ ഉള്ളിൽ തന്നെ അലിഞ്ഞു തീരട്ടെ എന്ന്. അതെ, എന്തിനാ അതൊക്കെ വളച്ചൊടിക്കണേ? അർജുൻ പറഞ്ഞു കേട്ടില്ലേ നിങ്ങള്? നമ്മുടെ കൈ തണുപ്പായിരുന്ന ഇത് വരില്ല. പക്ഷെ ഇത് കൈയിന്റെ തണുപ്പല്ല, മനസ്സിന്റെ തണുപ്പാ. ഇവക്ക് ഇരുട്ടടി കൊടുക്കേണ്ട സമയമായി. ഇത് അർജുനേക്കാളും പ്രേമം കുറവാണല്ലോ. നോ കമന്റ്. Which means we still have hope. അങ്ങനെയല്ലേ? യെസ്. അയ്യോ, ഞാൻ ശ്രീധുവിന്റെ പോസ്റ്റിൽ പോയിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് കമന്റ് ഇട്ടല്ലോ. നീ അതിന് ശ്രീധുവിനെ ഫോളോ ചെയ്യണ്ട. ഞാനാ? ഇല്ല, ഫോളോ ചെയ്യല്ല. എന്നാ നീ ഇൻസ്റ്റയിൽ അവളെ ഫോളോ ചെയ്തിട്ട് നിന്റെ ഇഷ്ടമുള്ളോട് തുറന്നു പറ. അങ്ങനെ പറയണ പറയണ പറ അങ്ങോട്ട്. ശ്രീധു എന്നോട് പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കുഴപ്പമില്ല, ശ്രീധുവിന്റെ അടുത്തല്ലേ, നമുക്ക് അങ്ങോട്ട് പറയാം. ശ്രീധു കൃഷ്ണ മെസ്സേജസ്. യു ക്യാൻ ഓൺലി സെൻഡ് വൺ മെസ്സേജ് ഇൻ ഇൻവിറ്റേഷൻ. റിമെമ്പർ ടു ഫോളോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്. എന്റെ പൊന്നളിയെ, ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീധു ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ മെസ്സേജ് അയക്കാൻ പറ്റില്ലെന്ന്. എന്റെ മെസ്സേജ് കണ്ട ശ്രീധു ആക്സെപ്റ്റ് ചെയ്യായിരിക്കൂലേ? ചെയ്യില്ലേ? എന്ത് പറയണം? എങ്ങനെയാണ് അത്? എന്ത് മെസ്സേജ് അയക്കും? ഒരു മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ആ മെസ്സേജ് കണ്ടിട്ട് വേണം നമുക്ക് റിപ്ലൈ തരാൻ. ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. നിങ്ങളെല്ലാവരും പറയണത് കൊണ്ട് മാത്രമായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. എന്ത് മെസ്സേജ് അയക്കും? എന്ത് മെസ്സേജ് അയക്കും? A for apple, B for ball, I for you, and you for me. I love you. I know you love me too. வெக்கமா இருக்கு எனக்கு இது சொல்லும் போது. പാടുന്നു. സെൻഡ് ചെയ്യട്ടെ? അയക്കട്ടെ? അക്ഷരത്തെറ്റൊന്നും ഇല്ലല്ലോ. ഇല്ല. സെൻഡാക്കാൻ പോവാണേ. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഇൻവിറ്റേഷൻ സെൻഡ്. ഫോളോ ഞെക്കില്ല, റിപ്ലൈ ഇപ്പൊ വരും. നിങ്ങൾ നോക്കിക്കോ, ഒരു സെൻഡ് ചെയ്ത് 10 സെക്കൻഡിനുള്ളിൽ റിപ്ലൈ വരും. എന്തായാലും റിപ്ലൈ വന്നാ ഇല്ല,
വന്നില്ലേ 10 സെക്കൻഡിൽ വരുന്നു പറഞ്ഞു. വരും, ഇപ്പൊ വരും. 10 minutes later. എന്തായി റിപ്ലൈ വന്നാ? ഇല്ല, വന്നില്ല. വന്നില്ലേ? വരും, ചിലപ്പോ എന്തെങ്കിലും ഷൂട്ടിന്റെ ഇടയ്ക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും. 1 hour later. 1 മണിക്കൂറായല്ലോ അളിയാ, നീ ടെൻഷൻ അടിച്ചിട്ട് വന്ന മെസ്സേജ് വന്നില്ലടാ. 12 hours later. ഡാ വന്നിണ്ടാവില്ലല്ലേ? വന്നില്ല, വരും, കാണാത്തോണ്ടായിരിക്കും. 1 day later. ഇത് വല്ലതും നടക്കോ? വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. എടാ അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, നീ ശ്രീധുവിന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കി. മറിയം വഴി യേശുവിലേക്ക് എന്ന് പറയണത് പോലെ അമ്മ വഴി ശ്രീധുവിലേക്ക്. ശ്രീധുവിന്റെ അമ്മയുടെ പേരെന്താ? മമ്മി. കൃഷ്ണൻസ് മദർ ഇൻസ്റ്റാഗ്രാം ID. യെസ്, ലേഡി ബോസ് എവിടെ? ശ്രീധു കൃഷ്ണൻസ് മദർ എവിടെ? മദർ ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ? ID അറിയാണ്ടാണോടാ അമ്മയ്ക്ക് മെസ്സേജ് അയക്കാൻ പോണ്? എന്നാലും അവർ ഫ്രണ്ട്സ് ആയിരിക്കൂലേ? ഫ്രണ്ട്സ് എന്നല്ലേ പറയുന്നത്, ഫ്രണ്ട്സ് ആയിരിക്കും. അല്ലെങ്കിലും ഈ അർജുൻ എന്ന് പറയണമാരൊന്നും വിശ്വസിക്കാൻ പാടില്ല. അർജുൻ കമ്മിറ്റഡ് ആയി. അർജുൻ ദാസ് വേറൊരു പെൺകൊച്ചിന്റെ കൂടെ ഫോട്ടോ ഇട്ടു. സിഗ്മകളുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു. യെസ്, ഇനി ഞാൻ സിഗ്മ സിംഗിൾ. അടി സിഗ്മ എന്ന് പറഞ്ഞ വേറെന്താ അർത്ഥം കിട്ടാ? സിഗ്മ എന്ന് പറഞ്ഞ എന്താണ്? എന്താണ്? അയ്യോ, എനിക്കറിയാൻ പാടില്ല. ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. എന്താണ് സിഗ്മ? ഗൂഗിളല്ലേ ഇരിക്കുന്നത്, നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം. സിഗ്മ മെയിൽ. സിഗ്മ മെയിൽ ഈസ് എ ടേം ഇൻ ഇന്റർനെറ്റ്. ഒറ്റച്ചെന്നായ ആയ ഒരു പുരുഷന്റെ ആദ്യ രൂപം വിവരിക്കാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് സിഗ്മ പേഴ്സണാലിറ്റി ഈസ് എ മാൻ ഹു ലീവ്സ് ബേസ്ഡ് ഓൺ ഹിസ് ഓൺ റൂൾസ്. യെസ്, എനിക്ക് എന്റെ സ്വന്തം റൂൾസ് ആണ്. അയ്യോ, ഗവൺമെന്റിന്റെ റൂൾ പാലിക്കണ്ടേ? അതുപോട്ടെ. Thriving for his passion. Yes. Not distracted by societal norms or standards. Okay. He's his own boss. Yes. ഞാൻ എൻ്റെ boss. He doesn't need validation from anyone. Yes. I am Sigma. By anyone, it means anyone literally. Their ability to walk off from predefined and traditional norms. Yes. 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 I am a Sigma. Yeah. പക്ഷേ സിഗ്മ മെയിൽ ആയി കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആവാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗേൾസിനെ നോക്കാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല, നീ നോക്കി. അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. സിഗ്മ മെയിൽ have girlfriends. Sigma males often never stick to one woman since companionship comes with baggage. Sigma males are mostly not looking to form a strong emotional bond with their partner. They just want a good time. A Sigma male may be most compatible with a Sigma female. അപ്പൊ സിഗ്മ മെയിൽസിന് ഫീമെയിൽ കമ്പനി പാടില്ല എന്നൊന്നുമില്ല. ഏത് ഒരു 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 സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് ഇല്ലാണ്ടിരുന്നാൽ മതി. കമ്പനിയൊക്കെ പാടുണ്ട്. അപ്പൊ ഞാൻ സിഗ്മ. ഇവന്മാർ ഇത്ര നാള് സിഗ്മ മെയിലിനെ തെറ്റിദ്ധരിച്ചതാ. ശരിക്കും ഇതാണ് സിഗ്മ മെയിലിന്റെ മീനിങ്. അപ്പൊ ഞാൻ ഇന്നോട്ട് സിഗ്മയുടെ. ഇനി കണ്ടോ, കൈ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ശ്രീധു, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. സിഗ്മ മെയിൽസിനെ ഇഷ്ടപ്പെടുന്ന ഗേൾസ് വന്നാ മതി. ശ്രീധു ഓട്ടെ, എനിക്കൊരു പുല്ലുമില്ല. അല്ല പിന്നെ. അപ്പൊ ഗൈസ്, കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. എത്രയും പെട്ടെന്ന് കാണുന്നത് വരെ എല്ലാവർക്കും സിഗ്മകൾ ഇങ്ങനെയാണ് ഫ്ലൈയിങ് കിസ് കൊടുക്കാറ്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തുന്നുള്ളൂ. അപ്പൊ ശരി, ഓക്കെ, ബൈ. എന്നാലും അവൾ എന്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് മെസ്സേജ് റിപ്ലൈ തന്നില്ലല്ലോ. 24 മണിക്കൂർ ഞാൻ കാത്തിരുന്നില്ലേ? ക്യാമറ